അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ജീവിതം പാതിയുറക്കമല്ലോ, പാതിയിൽ പാതിയൊരുങ്ങലല്ലോ, പാതിയുറക്കത്തിൻ പാതയല്ലോ, അപ്പാതി തന്നിലെ സ്വപ്ന സൗഭാഗ്യം കുപ്പാരിൽ വേറെ ലഭിപ്പതുണ്ടോ? ഞാൻ കൊച്ചുബീന, ഞാൻ PWDയിൽ വർക്ക് ചെയ്യുന്നു. കോട്ടയം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ബ്രിഡ്ജസില്. പിന്നെ എനിക്ക് 2 ആൺമക്കളാണുള്ളത്. ഒരാള് SBIയിൽ വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ആള് MBBS കഴിഞ്ഞിട്ട് PGക്ക് പ്രിപ്പയർ ചെയ്യുന്നു. ഹസ്ബൻഡും PWDയിലായിരുന്നു, റിട്ടയർ ചെയ്തു. അല്ല, ബാങ്ക് ടെസ്റ്റ് എഴുതി ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആളുണ്ട്. അപ്പൊ എന്നെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാനൊന്നും കയറിയില്ല, എറണാകുളത്ത് ഡിപ്പാർട്ട്മെന്റിലൊന്നും കയറിയൊന്നുമില്ല. അതാണ് എന്റെ ഫാമിലി വിശേഷം. കോട്ടയത്ത് വന്നപ്പോ ഞാൻ അവിടെ തിരക്കണ്ടപ്പോ സാറിന് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ SP ഓഫീസിൽ വർക്ക് ചെയ്തു. ലാലി ഞാനും കൂടെ ഒരു ഓഫീസിലെ ബിൽഡിങ്സിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. ലാലിയും കൂടെ. ലാലി പോത്തൻ. ഞാൻ പുതുപ്പള്ളിയിൽ താമസിക്കുന്നു. പുതുപ്പള്ളി CMന്റെ പള്ളിയിൽ മരുമോൻ താമസിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത ആളാണ് ഹസ്ബൻഡ്. പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡ് സേക്കിലായിരുന്നു, റിട്ടയർ ചെയ്തു. എനിക്ക് 2 മക്കള്, ഒരു മോനും ഒരു മോള്. MSc നഴ്സിംഗ് കഴിഞ്ഞു. അവള് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു അച്ഛനാണ്. അച്ഛൻ ഇപ്പൊ പുതുപ്പള്ളി പള്ളിയില് സർവീസ് ചെയ്യുന്നു. പിന്നെ മോന് ജോൺ സിവിൽ ബാച്ചില് 80-ല് പാസ്സായതാണ്. ഞാൻ PWDയിൽ വർക്ക് ചെയ്തത്. ഹസ്ബൻഡ് PWDയിലായിരുന്നു, സീനിയർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. എനിക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. മോനാണിത്. അവന് MBA കഴിഞ്ഞു, സാർത്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു അത് സ്വന്തമായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. മോള് ബാംഗ്ലൂർ, ഹസ്ബൻഡ് അവിടെ എഞ്ചിനീയർ, അവിടെ സെറ്റിൽഡാണ്. ഞാൻ എടത്തുവായിൽ PWDയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. ഞാൻ വത്സമ്മ ജേക്കബ്. വത്സമ്മ വർഗീസായിരുന്നു, ഇപ്പൊ വത്സമ്മ ജേക്കബാണ്. എന്റെ ഹസ്ബൻഡ് ജേക്കബ്. ജേക്കബും ഒരു കാർമൽ അലൂമിനി തന്നെയാണ്. നമ്മുടെ സീനിയർ ബാച്ചാണ് സിവിലില്. അപ്പൊ വന്ന ഹസ്ബൻഡുമാർക്ക് സ്വാഗതം പറയുന്നതോടൊപ്പം വരാതിരിക്കുന്ന ഹസ്ബൻഡുമാർക്ക് നന്ദി രേഖപ്പെടുത്തും അല്ലേ? ഞങ്ങൾ 2 പേരും BSNL-ലാണ് വർക്ക് ചെയ്യുന്നത്, കോഴിക്കോട്. ഞങ്ങള് കോഴിക്കോട് സെറ്റിൽഡാണ്. 2 ആൺകുട്ടികളാണ്. കഴിഞ്ഞാൽ പ്ലേസ്ഡായി കൊൽക്കത്തയിലാണ് പ്ലേസ്ഡ് ആയത്. PWC പ്ലേസ് വാട്ടർ കുക്കർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. പിന്നെ ചെറിയ മോന് അവനൊരു ഡിഫറെൻറ്റ് ഫീൽഡാണ്, BTech തന്നെയാണ്. പക്ഷേ അവന് 4th ഇയർ ഡൽഹിയിലാണ്. NIPTM എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ്. സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് പ്രോസസ്സിംഗ് ഡയറക്ടർ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവൻ 4th ഇയറാണ്. ഇത്രയാണുള്ളത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കാലിക്കറ്റാണ് ഡയറക്റ്റ് ജോയിൻ ചെയ്തത് BSNL-ല്. അത് കഴിഞ്ഞ് പിന്നെ PWDയിലും DCD-യിലും ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത് BSNL-ല്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് പറയാം. പക്ഷേ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഭയങ്കര എന്തായാലും അതിന് ശ്രീകുമാറിന് ഭയങ്കര താങ്ക്സ് ഉണ്ട്. പിന്നെ ജേക്കബ് മോഹൻ, ഇവരെല്ലാവരും വിളിച്ച് എന്തായാലും എല്ലാവർക്കും വളരെയധികം നന്ദി, വളരെയധികം സന്തോഷം. ഞാൻ ഷീലമസ്കറിയ 7780 ബാച്ച്. എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് മുട്ടാർ ചിരമേലിലാണ്. ഹസ്ബൻഡും കാർമൽ അലൂമിനി 77 ബാച്ചിൽ പാസ് ഔട്ടായി, ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൽ നിന്ന് പാസ് ഔട്ടായ തോമസ് കുഞ്ഞാണ് എൻ്റെ ഭർത്താവ്. അദ്ദേഹം റെയിൽവേ തന്നെ വർക്ക് ചെയ്യുന്നു. ഞാനും ഇപ്പോൾ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂരിലാണ് ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്.
ഞങ്ങൾക്ക് 2 ആൺമക്കളാണ്. മൂത്ത മോനാണ് ഇപ്പോൾ പ്രേയർ സോങ് പാടിയ ആള്. ബാംഗ്ലൂരിലെ കണ്ടോൺമെന്റിലാണ് എൻ്റെ ഓഫീസ്. കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിന്റെ പ്രോജക്റ്റ് ഓഫീസ് ഉണ്ട് അവിടെ. കർണാടകത്തിലുള്ള മൊത്തം പ്രോജക്ട്സ് ഞങ്ങളുടെ സിവിൽ വർക്ക്. എൻ്റെ വലിയ മോനാണ് ആദ്യം പാട്ട് പാടിയ ആള്. അവന് ഇവിടെ കോട്ടയം കിംസിൽ റേഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സെന്റ് ജോൺസിലാണ് MBBS ചെയ്ത് MD റേഡിയോളജിയിൽ എടുത്തിട്ട് ഇപ്പോൾ കോട്ടയം കിംസിൽ റേഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആൺകുട്ടികളാണ്. മൂത്തയാള് MBA കഴിഞ്ഞിട്ട് ഇപ്പം ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെയാള് ബിടെക് കഴിഞ്ഞ് MBAയുടെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കകാലത്ത് കണ്ടതിന് ശേഷം നീണ്ട 36 വർഷങ്ങൾക്ക് ശേഷം ഏറെക്കുറെ ഔദ്യോഗിക ജീവിതത്തിന്റെ എക്സിറ്റ് പോയിന്റിലാണ് നമ്മൾ വീണ്ടും വന്ന് ചേർന്നിരിക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിന്റെ എന്ന് തന്നെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ജീവിതം ഇനിയും തുടങ്ങുന്നേ ഉള്ളൂ. ഒരു തരത്തിലും നമ്മൾ ഒരിക്കലും റിട്ടയർ ചെയ്തു എന്ന് പറയേണ്ട കാര്യമില്ല. ഇത്തരം കൂടിവരവുകൾ ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. താങ്ക് യു. 8 ബാച്ചില് പാസ്സായതാണ്. ഞാനിപ്പോൾ PWD വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫ് സുജാത റവന്യൂല് RDO ഓഫീസിലാണ് ആലപ്പുഴ വർക്ക് ചെയ്യുന്നത്. മകൻ ബിടെക് കഴിഞ്ഞ് ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരാളേ ഉള്ളൂ. BSNL വർക്ക് ചെയ്യുന്നതാണ്. BSNL വൈഫ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, SBT. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞ് ജോലിയായിട്ട് ഇപ്പം ഓസ്ട്രേലിയയിലാണ്. ഹസ്ബൻഡ് അവിടെ സെറ്റിൽഡാണ്. രണ്ടാമത്തെ ആള് MA ലിറ്ററേച്ചർ കളമശ്ശേരി സെന്റ് ജോൺസിൽ പഠിക്കുന്നു. ഞങ്ങള് വളരെ സന്തോഷമായിട്ട് അങ്ങനെ കഴിഞ്ഞു. ഒന്ന് ധാരാളമായിട്ട് പ്രത്യേകം നന്ദിയുണ്ട്. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനുരുകും ഗാനം, ഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം.
ചാർത്തിടും അനുരാഗമപ്പൂമാനത്തിൻ താഴെ പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ഞാൻ ഉദയകുമാർ. എന്നെ പലർക്കും പരിചയക്കുറവുണ്ട്. കാരണം നിങ്ങളല്ല എന്റെയാണ്. എന്നെ അറിയാമെന്ന് പറയുന്നവർ ഊഹിച്ചു പറയുന്നതാണ്. കാരണം ഞാൻ 77-80 ബാച്ചല്ല. കാർമലിൽ എല്ലാവരും 3 കൊല്ലം കൊണ്ട് ഡിപ്ലോമ എടുത്തപ്പോൾ 4 കൊല്ലം കൊണ്ട് എല്ലാം വിശദമായി പഠിച്ച് ഡിപ്ലോമ എടുക്കാനല്ലേ. മാർഗം പഠിക്കാം, നന്നായിട്ട് പഠിക്കണം. പഠിച്ചില്ലെങ്കിലോ ഇന്നസെന്റ് പറഞ്ഞ നീ ഇത് പാടി ശരിയാക്കിയിട്ട് പോയാ മതി എന്ന് പറഞ്ഞ മാതിരി അന്നത്തെ നിയമം പറഞ്ഞു 3-ൽ കൂടുതൽ സപ്ലി വന്ന അടുത്ത വർഷത്തേക്ക് പോകാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ആസ്വദിക്കുന്നതെന്ന് ഉഴപ്പിന് വേണ്ടി മത്സരിച്ച ഒരാളാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ ഏറ്റവും ഇന്നത്തെ സുഹൃത്ത്, ഈ വേദിയിൽ ഏറ്റവും ശാസ്ത്രജ്ഞനായിരിക്കുന്ന പ്രിയ ബാലകൃഷ്ണപിള്ളയുമായി ഒത്തുണ്ടായ ഒരു ബാലൻ സാറുള്ള കോൺവെർസേഷൻ കൂടി ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഠിപ്പിക്കുന്നതിലേക്ക് കഥ പറയാം. എനിക്ക് അത് കഴിഞ്ഞ് 2-3 ജോലികൾ കിട്ടി. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി കിട്ടി, അത് പോയില്ല. പിന്നെ ഡീസൽ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ് റെയിൽവേയിൽ കിട്ടി, അതിലും പോയില്ല. ഉപാധ്യായ ജോലിയുടെ സുഖം 2 മാസത്തെ അറസ്റ്റ്. പിന്നെ എന്റെ അധ്യാപകർ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്റെ അധ്യാപകരുമായി വീണ്ടും എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ചെയ്യാൻ പറ്റിയതാണ്. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മളെ പഠിപ്പിക്കും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ടായിരുന്നു. അവര് ചെറുക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ തോളത്ത് കൈവിട്ട്, എടാ ആരോടും പറയും ഇവനറിയാം, ഇവരെയൊക്കെ ഞാൻ പഠിപ്പിച്ച അഭിമാനത്തോടെ എടാന്ന് വിളിക്കുമ്പോ കേൾക്കുന്ന അത്രയും ഒരു അനുഭൂതി ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. എനിക്ക് ഒരു അവസരം കിട്ടുകയും കുറച്ചുപേരെ എങ്കിലും അപരിചിതരായിരിക്കുന്നതിന്റെ കാര്യം ഞാൻ അങ്ങനത്തെ ഒരു ഡ്യുവൽ 4 ഇയർ ഡിപ്ലോമക്കാരനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സുപരിതനായതിന് ഇനിയും നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല സഹൃദമായി പോകട്ടെ. ഞങ്ങൾ വളരെ സജീവമായി പോവാണ്. എന്റെ ഭാര്യ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വിഷയം കൂടി പറയണം. ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു, കിഡ്നി ഫെയിലിയർ ആയിപ്പോയി, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദൂരത്തേക്കൊന്നും പോകാത്താണ്. എങ്കിലും ഇങ്ങനെ പിടിയാലെ കൊണ്ടുവരികയാണ്. അപ്പൊ കൊണ്ടുവന്ന് എന്റെ ഒരു സൗഹൃദം ശ്രീകുമാർ, ജോസഫ് എന്റെ കുടുംബത്തെ എന്റെ കൂടെ കൊണ്ട് നടക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ അവര് എന്നെ എപ്പോഴും സഹായിക്കും. ഈ ശ്രീകുമാറൊക്കെ ഞാൻ അടുത്താണ്. ഞാൻ ഇപ്പോഴും പറയാനൊരു സ്റ്റേറ്റ്മെന്റ് ആഗ്രഹിക്കുകയാണ്. പറ്റി പറഞ്ഞപ്പോഴും സന്തോഷം തോന്നി. കാരണം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അധ്യാപകരെന്നാണ് പറഞ്ഞത്. കാര്യം ഞാൻ അധ്യാപകനായില്ല. സന്തോഷം. എന്നെ പരിചയമുണ്ടോന്ന് അറിയില്ല. എന്റെ പേര് മാത്യു. ഞാൻ അവിടുത്തെ ഓമന പേര് പറഞ്ഞില്ലെങ്കിൽ ലോകത്തിൽ ഞാൻ പറയുമെന്ന് പറഞ്ഞു. സ്വിച്ച് മാത്യു എന്നാണ് വിളിക്കുന്നത്. അത് ഉണ്ടാകുന്ന ഞാൻ പറയാം. കാരണം എന്റെ ആക്ഷൻസ് സ്വിച്ച് പോലെ സ്പീഡിലായിരുന്നു. എന്താണ് പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇവരുടെ കൂടെ ഒരു കുഞ്ഞായിരുന്നു. കാരണം ഇവർ സാധാരണ പണ്ടൊക്കെ ഡോക്ടർമാരുടെ വെക്കുമ്പോൾ PSC MBBS വയ്ക്കും. പക്ഷെ ഇപ്പൊ എല്ലാം ഡയറക്റ്റ് MBBS ആണ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഞാൻ അന്ന് സ്കൂളിൽ നിന്ന് 14 വയസ്സിൽ ഡയറക്റ്റ് ഡിപ്ലോമയ്ക്ക് വന്ന ആളാണ്. ഇവരെ പോലെ മറ്റുള്ളവരെ പോലെ കോളേജിലൊന്നും പോയിട്ടില്ല. ഡയറക്റ്റ് മോഹൻലാൽ പറഞ്ഞ പോലെ അത് കോളേജിൽ പോയതുകൊണ്ട് കപ്പൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന പോലെയാണ്.
അപ്പോഴേ ഹോസ്റ്റലിൽ ഞാനൊരു കുഞ്ഞാന്റെ ഒരു സ്നേഹം, എന്റെ റോയിയാണ് ആദ്യം ഞാൻ പരിചയപ്പെടുന്ന വ്യക്തി. ഒരു മൂത്ത ചേട്ടനെ പോലെ എന്നെ പിടിച്ചിരുത്തി ആദ്യം തന്നെ. അതുകൊണ്ട് നീ ഞാൻ പറഞ്ഞ കേട്ടാ മതി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ജേക്കബ് ഉമ്മനെ പരിചയപ്പെട്ടു. ജേക്കബ് ഉമ്മനെ ഞാൻ എപ്പോഴും ഓർക്കുമ്പോൾ എപ്പോഴും ഒരു കുരുളൻ മുടിയെടുത്തില്ല, മുടി ജീവിക്കുന്ന നടക്കാൻ ഇപ്പോഴത്തില്ല. എയർഫോഴ്സിൽ പോയി ഏതാണ്ട് ടെക്നിക്കൽ സൈഡിലായിരുന്നു. 20 വർഷക്കാലം എയർഫോഴ്സ് ചെയ്തു. അപ്പൊ ഭാര്യയും മക്കളൊക്കെ നാട്ടിലായതുകൊണ്ട് കുടുംബത്തോട് സ്നേഹമുള്ളതുകൊണ്ട് പിന്നെ പ്രൊമോഷൻ ഒന്നും മേടിക്കാതെ നേരെ നാട്ടിലേക്ക് കുടുംബത്തോട് സ്നേഹമുള്ളതുകൊണ്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തില്ല. അതായത് ജീവിതത്തിന്റെ സൂക്ഷിക്കേണ്ട സമയം വന്നപ്പോൾ പ്രൊമോഷനൊക്കെ വേണ്ടെന്ന് വെച്ച് നാട്ടിലേക്ക് പോകുന്നു. പിന്നെ ജോലിക്ക് പോയാലെന്നും പറഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് ഭാര്യയ്ക്ക് പ്രൊമോഷൻ ആയത്. ഇവിടെ കൈരകരിയിൽ മിഷസായിട്ട് പ്രൊമോഷനായി. അപ്പൊ സന്തോഷമായി, ഇനി പോകണ്ടല്ലോ, വീട്ടിൽ കാര്യങ്ങൾ നോക്കാമെന്ന് ഓർത്തിരിക്കുമ്പോഴത്തേക്ക് LICയിൽ ഒരു മോക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോയടുത്ത് ഞാനും കൊടുത്തു. സെലക്ഷൻ ആയപ്പോൾ സ്റ്റാഫായിട്ട് വൈക്കത്ത് വർക്ക് ചെയ്യുമ്പോൾ പ്രൊമോഷൻ പോകത്തില്ല. കാരണം എനിക്ക് 5 മിനിറ്റ്, ഞാൻ 10 മണിക്ക് ഓഫീസിൽ വരണമെങ്കിൽ ഞാൻ 10:02 വീട്ടിൽ നിന്ന് ഇറങ്ങും. 10:10 മുമ്പ് കമ്പ്യൂട്ടർ കയറിയാൽ മതി. അപ്പൊ 10:07, 10:08 എത്തും. അവിടെയും നമ്മുടെ സ്റ്റാഫ് ക്ലബ്ബ് സെക്രട്ടറിയാണ്. ആർട്സ് ഇന്നലെ ഞങ്ങളുടെ ഓണാഘോഷമായിരുന്നു. പിന്നെ ഞാൻ മരിച്ചാലും വേദനകളെ ആളാണ്. ഇന്ന് മാത്രം അച്ഛനോട് പ്രത്യേകം പറഞ്ഞ് അവരെ ആളെ കേൾപ്പിച്ച് പോകുന്നതാണ്. വേദനിക്കലും വേദനിപ്പിക്കലും വേണമീ സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ.
അദ്ദേഹത്തിന്റെ ഉണ്ട്. അദ്ദേഹം താവാളത്തിന്റെ ഒരു വാഗ്ദാനമാണ്. ഈ ഓണം വന്നിട്ട് നിൽക്കുന്ന നേരത്തെ അദ്ദേഹത്തിന് ഒരുപാട് പുതുമയുള്ള പരിപാടികൾ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം.